ഒന്നുകൂടെ അടിച്ചു നോക്കാം. വന്ന് ഒന്നുമില്ലല്ലോ ഇത്. കമ്പാ കടിച്ചത് ഇത്ര പെട്ടെന്ന്. എടാ നിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ ഇത് ചെയ്യട്ടെ. ഒരാളൊന്ന് വാടാ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വാടാ. അതെ, ഒരാളോട് സംസാരിക്കണ്ടേ? ഓക്കെ ഓ ക്യാമറയൊക്കെ വന്നിരിക്കുന്നുണ്ട്. യു ആർ ആള് ചെറുക്കം പിള്ളേര് വന്ന്. ഹലോ ഓ ഹലോ ബ്രോ, ഹലോ. ഓ എവിടെയാണ് സ്ഥലം? എവിടെയാ? കൊച്ചി. സൈറ്റ് എങ്ങനെയുണ്ട്? സൈറ്റിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട്? ക്വാളിറ്റി ഉണ്ടല്ലേ? നല്ല നോക്ക്, നല്ല ക്വാളിറ്റി. സായിപ്പണ്ണ വിളിക്കുന്നത്. ഹലോ ബ്രോ, പറ. എന്താടാ സുഖം? എന്ത് പറയാ, നമ്മുടെ തൊപ്പിന്റെ ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നാ നീ കാണിക്കണേ? കാണിക്കല്ലേ? 2 സ്ട്രൈക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. 3ാം സ്ട്രൈക്കാണ് ഒരു സ്ട്രൈക്ക് കൂടെ മേടിച്ചു തരുന്നത് നീയൊക്കെ എനിക്ക്. ഇവിടെ സാമാനം കാണിച്ച സ്ട്രൈക്ക് കിട്ടും, അതറിഞ്ഞൂടെ നിനക്ക്? പഠിക്കുവാണോ? എല്ലാം നീ വെച്ചോ. അപ്പൊ ശരിടാ, നമ്മൾ 2 പേരോടെ കാണട്ടെ. സൈറ്റ് സെറ്റ് തൊപ്പിക്ക് പൈസ എടുത്തല്ലോ, അങ്ങനൊന്നുമല്ല. ഹലോ ഹായ് ബ്രോ, ഞാൻ ബ്രോന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. കണ്ടോണ്ടിരുന്നോ? കേറിയതല്ലേ? സൈറ്റ് എങ്ങനെയുണ്ട്? സൈറ്റ് കൊള്ളാം ബ്രോ. ഞാൻ ഇവിടെ VPN ഒക്കെ ഇട്ട് കേറിയ. ഞാൻ നാട്ടിലല്ല, വിദേശത്താണ്. VPN ഇട്ട് കേറിയാ? കുറച്ച് പെമ്പിള്ളേരുടെ വന്ന സെറ്റ് ആണല്ലേ സൈറ്റ്? കിട്ടുന്ന നോക്ക കൊറേ കുണ്ടന്മാര്. നിങ്ങളെ തൊപ്പിയുടെ സബ്സ്ക്രൈബർ തന്നെ. നാട്ടിലെവിടെയാ ബ്രോ? ഇത്ര ഞാൻ കോഴിക്കോട്. ബ്രോ ഇത്ര വെബ് സെർവർ കിട്ടുന്നില്ലായിരുന്നല്ലേ? ഇല്ലില്ല, അത് കിട്ടുന്നില്ലായിരുന്നു. ഞാനാണ് ചുമ്മാ ഇങ്ങനെ കയറി അവിടെ ഐപാഡിൽ അത് പോകും. നിങ്ങളുടെ ലൈവ് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൽ കയറിയത്. കാരണം ഇവിടെ ഇതിൽ കയറുമ്പോ അവന്മാർ കേൾക്കുന്നത് നിങ്ങളുടെ ലൈവാ. അപ്പൊ നടക്കട്ടെ. ഓ ശരി. എടാ സൈറ്റ് ഉള്ളല്ലേ? സെറ്റാണ്. അതിന്റെ സെർവറൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കിയ സെറ്റാണ്. ഹലോ ഹായ് ബ്രോ. ഹായ്. ഹലോ. റിയലാണോ? റിയലാ. വേറെന്താ ബ്രോ? പിന്നെ രാത്രിയില വീണ്ടും തന്നെ സ്കിപ്പ് ചെയ്തടാ. ഹലോ. ഇപ്പൊ ലൈവ് കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആണോ? ലൈവ് കണ്ടിട്ട് ഇറങ്ങിയോ? നമ്മളിവിടെ കേറാൻ പറഞ്ഞിട്ട് അവിടെ കേറി വന്നു, എന്നിട്ട് ലൈവ് കണ്ട് ഇറങ്ങിയതേ ഉള്ളത്. സ്ട്രീക്ക് പോയി. ഇവിടെ ഈ മുറിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ AC ഒക്കെ നമ്മള് കാലാവസ്ഥ വ്യത്യാസമാണ്. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഓരോ ഇത് വരും, നമുക്ക് മനസ്സിലായി. അതാണ് കൈയും കാലും എല്ലാം തണുത്തിരിക്കുവാണ്, സത്യം പറയാലോ. സൈറ്റ് എങ്ങനെയുണ്ട്? കൊള്ളാം. സൈറ്റ് കൊള്ളാം, നല്ല രസമുണ്ട്, ക്ലാരിറ്റി ഉണ്ട്. ബ്രോടെ മോത്തേക്ക് ഒന്ന് കാണിക്കുവായിരുന്നെ ക്ലാരിറ്റി ഉണ്ടോ ഇല്ലെന്ന് റിവ്യൂ പറയാറ്. ക്ലാരിറ്റി ഉണ്ടോ ഇല്ലെന്ന് ശരിയാവില്ലേ? ഇൻട്രോവേർട്ട്. ഓക്കെ ബ്രോ, കാണാം. ഈ മുഖം കാണിക്കാതെ ആൾക്കാർ എന്തിനാണ് ഈ വെബ്സൈറ്റിൽ ഇരിക്കുന്നതെന്നാണ് എന്റെ ഏറ്റവും വലിയൊരു ഇത്. കൊള്ളാം കേട്ടോ, വെറുതെ ബോർ അടിച്ചിരിക്കണ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കണ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് എന്തുകൊണ്ട് അല്ല. ഒമേഗിൾ എന്നൊക്കെ പറയുമ്പോ എടാ അത് കുറെ പേരുള്ള ഇതിപ്പോ ഇവന്റെ നമ്മള് കുറെ മലയാള ആൾക്കാരെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതേമാരായതുകൊണ്ട് ഗുണവർത്താനം പറഞ്ഞു വരുന്നവരായിരിക്കും. അതെ. അത് ശരി. മാറും. അത് ശരി. ഇനി 2 പരസ്യമൊക്കെ കൊടുക്കണല്ലേ? ഇവിടെ 2 പരസ്യം കിട്ടുമല്ലോ. പരസ്യം കിട്ടും. ഹലോ ബ്രോ. ഹായ് ബ്രോ. നമ്മള് സൈറ്റിനെ പറ്റി സർവേ എടുക്കാൻ ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാളുടെ ഒരു പുതിയ സ്ഥാപനമല്ലേ, അപ്പൊ അല്ല പുതിയൊരു സംരംഭമല്ലേ, അപ്പൊ നമ്മൾ അതിന്റെ അഭിപ്രായം എടുക്കാൻ ഇറങ്ങിയത്. എങ്ങനെയുണ്ട് സൈറ്റ്? എങ്ങനെയുണ്ട്?
സൈറ്റ് അടിപൊളിയാ ബ്രോ. പക്ഷെ ചിലവന്മാര് തുണിയെത്തി കാണിക്കുന്നുണ്ടെന്ന് അറിയാ. ഞാൻ കണ്ടില്ല. ഓ നീ അത് കാണാനാണ് അപ്പൊ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? ക്വാളിറ്റി വൈസ് സാധനം സെറ്റ് അല്ലേ? സാധനം സെറ്റ് അടിപൊളി ബ്രോ. സുന്ദരനായിട്ട് ഓ നിങ്ങള് രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. ഞാൻ ചെറിയൊരു യൂട്യൂബറാണ്. നിങ്ങളൊക്കെ കണ്ട് വളർന്നു വന്ന ചാനലിന്റെ പേരെന്താ? ചാനലിന്റെ പേര്? ചാനലിന്റെ പേര് ഹംബിൾ. പബ്ജി PC സ്ട്രീം ചെയ്യുന്ന ബ്രോ. ഓ ഹംബിൾ ഹംബിൾ എന്നാണ് ചാനലിന്റെ ഹംബിൾ എന്നാണ് ഗൈസ്. ലൈവ് ആണെന്ന് എല്ലാവരും ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഹംബിൾ പബ്ജി PC എന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹംബിൾ പബ്ജി PC എന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ പബ്ജി എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും ബ്രോ. എനിക്കിത് പെട്ടെന്ന് ഇത് പറയണോന്ന് അറിയത്തില്ല ബ്രോ. ഞാൻ ചാനൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കട്ടെ ഒരു മിനിറ്റ്. ഹംബിൾ പബ്ജി PC. ബ്രോന്റെ നെഞ്ചൊക്കെ ഇരിക്കുന്നു. ഹായ് ബ്രോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖം ബ്രോ, നല്ല സുഖം. എന്താണ് വിശേഷം ബ്രോ? 2 മിനിറ്റ് ലൈവ് ആയിരുന്നല്ലേ? അതെ ബ്രോ, ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. ഓ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് 1.12K ഫോളോ. ഗൈസ് ഹംബിൾ എന്നാണ് ചെക്കന്റെ ചാനലിന്റെ പേര്. എല്ലാരും നോക്കിയേട്ടാ ബ്രോ. താങ്ക് യു ബ്രോ. മോഹൻലാലിന്റെ അപ്പൊ എനിക്ക് പറയണ പറയാൻ പാടില്ല ബ്രോ. ബ്രോ പോവല്ലേ? ഓ ഇല്ല പോകത്തില്ല, പറ ബ്രോ. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടും. അയ്യോ പാട്ട് പാടാൻ പറ്റിയില്ല. ഞങ്ങൾ ഇന്നലെ ഇവിടെ പരിപാടിയായിരുന്നു, തൊണ്ടയെല്ലാം പൊട്ടി ചീഞ്ഞിരിക്കുക. ഇന്നലെ ഇവിടെ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നു, അതിന്റെ ഇടയ്ക്ക് ഇരിക്കുവായിരുന്നു. സംസാരിച്ച് തൊണ്ട പൊളിഞ്ഞിരിക്കുക. നമുക്ക് ഒരു ദിവസം പബ്ജി PC കളിക്കുമ്പോ പാടാം. ഇനി ഒരു ദിവസം ലൈവ് ഇടുമ്പോ വരാം ബ്രോ. ഒരു റബൽ ബ്രോന്റെ അടുത്ത് പോലും എന്റെ കാര്യം ഒന്ന് പറയാം ഉറപ്പായിട്ടും പറയാം. റബലിനോട് പറയാം. ഹായ് ബ്രോ. അപ്പൊ ശരി, കാണാം. അപ്പൊ കാണാം. ഞങ്ങള് അടുത്ത ആളെ തപ്പിട്ട അഭിപ്രായം ചോദിക്കട്ടെ. അഭിപ്രായം ഓക്കെ ശരി. സൈറ്റ് നെയിം എന്താ? സൈറ്റ് നെയിം lota.lol. എല്ലാരും കേറി കഴിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. എന്നാലും എല്ലാരും ചുമ്മാ അങ്ങോട്ടൊക്കെ കേറി ഇതാക്കി. ഹെഡ്സെറ്റ് മാറ്റി വെക്കുകയാണോ? ഹെഡ്സെറ്റ് മാറ്റി വെക്കാനോ? മനസ്സിലായില്ല. ഇത് വെച്ചു. ആ നീ ഈ സൈഡ് വെക്ക്. എനിക്ക് വേണ്ട കൈ. നീ ഈ സൈഡ് വെക്ക്. എനിക്ക് വെക്കാൻ പറ്റും. നീ ഈ സൈഡ് വെക്ക, എന്നിട്ട് ഞാൻ ഇത് വെക്കാം. അതാകുമ്പോ സെറ്റ് ആയിട്ട് ഇരുന്നോളൂ. നീ ഇങ്ങനെ വേണ്ട, നീ വെച്ചോ. നിന്നെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ആൾക്കാര്. അപ്പൊ എടാ ഇത് ഇങ്ങനെയാ വെക്കണേ. അത് നോക്കിട്ടൊന്നും പറ്റണില്ല. അതെ ഇങ്ങനെ. ഇത്രേ ഉള്ളു. ഹെഡ്സെറ്റ് മാറ്റി കൊടുത്തു. ലേ സാഹിബ് ഗുയിസ്, നാളെയാണ് ശരിക്കും കളിയെന്ന്. എടാ ഇതിനകത്ത് ആരും ഇല്ലടാ, കഴിഞ്ഞടാ. ഇത്ര ആൾക്കാരേ ഉള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ കേറണം. നിങ്ങൾ കുറച്ച് പേരൊക്കെ കേറിയ സെറ്റാ. നിങ്ങൾ കേറിട്ട് സംസാരിക്കുക. ചുമ്മാ ഇങ്ങനെ ബോർ അടിച്ചിരിക്കണം, സംസാരിക്കണം. lota.lol അതാണ് സൈറ്റിന്റെ പേര്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് വലിയ അത്രയ്ക്ക് കിടില ഹോസ്റ്റലല്ല ഇത് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ സെർവർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. ഒമേഗിൾ വഴി പെണ്ണ് സെറ്റായി എനിക്ക് എപ്പോഴാണെന്ന് ഗോകുൽ. ഒമേഗിൾ വഴി പെണ്ണ് സെറ്റായെന്നാണ്. ബിഗ് ഫാൻ. എടാ മുഖം കാണിക്കടാ. ക്യാമറ ക്വാളിറ്റി കാണിക്കാൻ പറ്റത്തില്ല. അതെന്താ? അതങ്ങനെയാ. അതെന്തൊരു വർത്താനമാണ്? മുഖം കാണിക്കേ. ഇല്ല കാണിക്കാൻ പറ്റത്തില്ല. ശരി. മുഖം പഴുത്ത് ചീഞ്ഞിരിക്കണ. ഓക്കെ തൊണ്ട പൊട്ടി ചീഞ്ഞിരിക്കാന്ന് അപ്പൊ നടക്കട്ടെ. മോൻ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന്. അടുത്ത ഹലോ സ്കിപ്പ് ചെയ്തല്ല, ഈ ചിലപ്പോൾ നെറ്റ്വർക്ക് പോയതായിരിക്കും. അല്ല. ഹലോ കേക്കാവോ? ഒറിജിനലാണോ? ഹലോ. അയ്യോ ഒറിജിനലാ. ഹലോ കേക്കാവോ? കേക്കാം. മോഹൻ കാണിക്കൂ ബ്രോ. ഹായ് ബ്രോ. ഹായ്. മുഖം കാണിക്കാൻ ബ്രോ ഇരുട്ടാണ്, മൊത്തം ഇരുട്ടാണ്. ലൈറ്റ് ഇട്ടാ വെളിച്ചാവും ബ്രോ. ജസ്റ്റ് ഒന്ന് സ്വിച്ച് നിൽക്കാൻ. എന്താണ് ബ്രോ നമ്മളെ നോക്കുന്നത്? അങ്ങനല്ലടാ, സാറിന് അങ്ങനല്ലേ ലൈറ്റ് ഇട്ടാ വെട്ടം വരും. അതാ പറഞ്ഞത്, അല്ലാണ്ട് നമ്മളങ്ങനെയൊന്നും ഇല്ല ബ്രോ. കുഴപ്പമില്ല ബ്രോ. എന്താ പരിപാടി? ഇൻട്രോവേർട്ട് ആണ്. പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ
നിങ്ങളെ ലൈവ് കണ്ടപ്പോ ചുമ്മാ കേറിയതാ ഓ കാണാന്ന് വിചാരിച്ചു. ഓക്കെ 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 ഓക്കെ. നമ്മളത് അടുത്ത ആളെ സർവേ ചെയ്യട്ടെ. എങ്ങനെയുണ്ട് ആപ്പ് എങ്ങനെയുണ്ട്? അഭിപ്രായം എങ്ങനെ? ആപ്പിനെ പറ്റിയുള്ള അഭിപ്രായം? റിവ്യൂ ഫസ്റ്റ് ഇപ്പൊ കേറിയതേ ഉള്ളു. എല്ലാം പെട്ടെന്ന് ഒമേളിന്റെ ആണല്ലോ. പെട്ടെന്ന് നാളെ കിട്ടും. പെട്ടെന്ന് നാളെ കിട്ടുന്നുണ്ടല്ലേ? എഴുതട്ടെ 4 സ്റ്റാർ എഴുതട്ടെ. ഒരു 4 സ്റ്റാർ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ആളെ ഒരു 4 സ്റ്റാർ. അടുത്ത ആളുടെ അഭിപ്രായം ചോദിക്കാം. നാളെ കിട്ടുന്നൊക്കെ ഉണ്ട് പുള്ളി പറഞ്ഞു. അതെ അതെ അതെ. എനിക്ക് കിട്ടണില്ലണ്ണാ. കിട്ടണില്ലേ? ലുക്കിംഗ് ഫോർ പീപ്പിൾ. സാഹിബിന് വിശക്കുന്നത് കേട്ടോ. സാഹിബിന് അണ്ണാ വെബ്സൈറ്റ് ലിമിറ്റ് ആയി. ചോറുണ്ടാ ഗൈസ് കേട്ടാ ഗൈസ്. അപ്പം ഞങ്ങളെന്നാ എങ്ങോട്ട് നിർത്തുക? രാത്രി കുറച്ച് പരിപാടി ഉണ്ട്. അത് നമ്മള് പോവാ, ട്രിപ്പ് പോവാണ്. അപ്പൊ ഗൈസ്, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് എല്ലാവർക്കും. സായ് ബോബി സൈനിങ് ഓഫ്. ബൈ ബൈ ബൈ. പറയാനുള്ള കാര്യം പറയും. നാളെ തൊട്ടാണ് ശരിയായ കളി തുടങ്ങണം. ഗൈസ് നാളെ തൊട്ടാണ് ശരിയായ കളി. നിങ്ങൾ നോക്കിക്കോ. നാളെ ഈഗിൾ വരുമ്പോ 10 ഡിന്നറിൽ തുടങ്ങും. ഈഗിൾ നാളെ ബിജിഎംഐ ലൈവ്. നാളെ കഴിഞ്ഞ് ബിജിഎംഐ. നാളെ കഴിഞ്ഞ് ബിജിഎംഐ ഇവൻ ഇടുമ്പോ 10 ഡിന്നർ കാണും. ഇല്ലെങ്കിൽ 15 നമ്മൾ നിർത്തി കളിക്കുന്നില്ല. ഇനി നിർത്തി നമ്മളായിരിക്കും തുടക്കി വെച്ചത്. പക്ഷെ നമ്മളിനി വിട്ടു. വേറെ കൊടുത്തേക്കാം. വേറെ ആരെങ്കിലും ഒക്കെ എടുത്തോ. നമുക്കിനി വേണ്ട. അല്ലടാ കഴിഞ്ഞ 6-7 പറയാണോ മൈരേ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ നിന്റെ 50 ഡിന്നർ ചലഞ്ച് ഞാൻ നിങ്ങളിവിടെ കളിക്കാൻ വരുന്നതിന് മുമ്പ് നീ ഈ കൊണ പറയണത് ഇങ്ങനെ ഇരുന്ന് എല്ലാ ദിവസവും കേൾക്കുമായിരുന്നു. നാളെയാണ് എല്ലാ ദിവസവും ഞാൻ ഇരുന്ന് കേൾക്കുമായിരുന്നു. ഞാൻ ഇവരെ പോലെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ അത്രേ ഉള്ളൂ. പവർ. ഞാൻ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് കാര്യം പിടികിട്ടി ഇത് സ്ഥിരം താളമാണത്. പിന്നെ കളിക്കാൻ വന്നപ്പോഴാണ് ഞാൻ മെന്റലി ഡിപ്രഷൻ ആവാൻ തുടങ്ങിയത്. എന്റെ അമ്മോ, 10 മോളില് സ്ട്രീക്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പോകുമ്പോ ഉണ്ടല്ലോ ഒരുമാതിരി വെല്ലാണ്ടായി പോകും. ഇതങ്ങ് മൊത്തത്തിൽ ഒറ്റയടിക്ക് ഇതിലങ്ങ് പോകുമ്പോ മടുപ്പായി പോകും. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യായിരുന്നു. ലൈവ് പോഡ്കാസ്റ്റ് നൈസ് ആയിരിക്കൂലേ? സാഹിബിനെ വിളിച്ചിട്ട് നമ്മളൊരു അഭിപ്രായം, നമ്മളൊരു സാധനം, ഒരു ടോപ്പിക് കൊടുക്കുന്നു, ലൈവ് പോഡ്കാസ്റ്റ്.